എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇന്ത്യയുടെ അടുത്ത മത്സരം വന്നെത്തിയിരിക്കുകയാണ്. കരുത്തരായ ഓസ്ട്രേലിയ ആണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇത് ഇന്ത്യക്ക് പ്രതികാരം വീട്ടാൻ പറ്റിയ ഒരു അവസരമാണ്. കാരണം ഏകദിന വേൾഡ് കപ്പിൽ ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ കപ്പ് നേടിയിരുന്നു. അതിന്റെ പ്രതികാരം വീട്ടാനായിരിക്കും ഇന്ത്യ ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത്. ഇന്നത്തെ മത്സരം ഇന്ത്യ ജയിച്ചാൽ ഓസ്ട്രേലിയ സെമി കാണാതെ പുറത്താകും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്ന് രണ്ടും കൽപ്പിച്ച് ആകും കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഇന്ന് ഓസ്ട്രേലിയയെ നേരിടുന്ന ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ മാച്ച് ഇന്ത്യക്ക് നിർണായകമാണ്. ഇന്ന് ഇന്ത്യക്ക് ജയിച്ചാലും തോറ്റാലും സെമിയിലേക്ക് യോഗ്യത നേടാം. കാരണം ഇന്ത്യയുടെ റൺ റേറ്റ് പോസിറ്റീവ് 2 ആണ്. പക്ഷേ അതുപോലെയല്ല ഓസ്ട്രേലിയയുടെ കാര്യങ്ങൾ. അവർ ഇന്ന് തോറ്റാൽ സെമി കാണാതെ പുറത്താകും. ഈ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യ തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരവും ഇന്ത്യ തന്നെ ജയിക്കും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓപ്പണിംഗിൽ രോഹിത്തിനൊപ്പം കോഹ്ലിയെ മാറ്റി മലയാളി താരം സഞ്ജുവിനെ ഇറക്കാൻ ആണ് ഇന്ത്യൻ ടീമിന്റെ പദ്ധതി. 3-ാം നമ്പറിൽ ആയിരിക്കും കോഹ്ലി കളിക്കുന്നത്. 4-ാം നമ്പറിൽ സൂര്യയും 5-ാം നമ്പറിൽ പന്തും കളിക്കും. അതുപോലെ ജഡേജയെ മാറ്റി സിറാജിനെ തിരിച്ചുകൊണ്ടുവരുമെന്ന റിപ്പോർട്ട് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അപ്പോൾ ഇന്ന് ഓസ്ട്രേലിയയ്ക്ക് എതിരെയുള്ള ഇന്ത്യയുടെ സാധ്യത 11 നോക്കാം. രോഹിത് ശർമ്മ, സഞ്ജു സാംസൺ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ശിവം ദുബെ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, കുൽദീപ് യാദവ്, ബുംറ, മുഹമ്മദ് സിറാജ്, അർഷദീപ് സിംഗ്. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11. മികച്ച ഒരു 11-ുമായാണ് ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടുന്നത്. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു ഫോം ആയാൽ വരുന്ന മത്സരങ്ങളിലും സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ ഓപ്പണർ. ഓസ്ട്രേലിയ ഇന്ത്യക്ക് ഒരു മികച്ച എതിരാളിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നോക്കി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നത് ഉറപ്പാണ്. ഇതുവരെ വന്ന റിപ്പോർട്ട് പ്രകാരം സഞ്ജു എന്തായാലും ഇന്നത്തെ 11-ൽ ഉണ്ടാകും. ഇന്ന് രാത്രി 8 മണി മുതൽ ആണ് ഈ തീപാറും പോരാട്ടം നടക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പകരം വീട്ടാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.